റിക്കേർഷൻ ഫങ്ഷൻസിനകത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് റിക്കേർഷൻ. വാട്ട് ഈസ് റിക്കേർഷൻ? എ ഫങ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് ഇസ് കോൾഡ് റിക്കേർഷൻ. അതായത് ഒരു ഫങ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ റിക്കേർഷൻ എന്ന് പറയുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ മെയിനകത്ത് റക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. റക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ റക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം, അതിനകത്തേക്ക് കോൾ പോകും. ഇതാണ് റക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണു. അതിനുശേഷം റക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യണു. അതായത് ഇതേ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്യണു. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്യണതിനെയാണ് നമ്മളൊരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ എന്ന് പറയാം. റിക്കേഴ്സീവ് കോൾ, അതായത് ഈ ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഇതിനകത്തുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെൻറ്റിന് എത്തുന്ന സമയത്ത് വീണ്ടും ഇതിനെ തന്നെ കോൾ ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇതിങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് നമുക്ക് ഇതിങ്ങനെ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ നമ്മൾ റിക്കേർഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ഫോൾസ് ആവുന്ന സമയത്ത് അത് എക്സിറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ റിക്കേർഷൻ ചെയ്യുന്ന സമയത്ത് ആ റിക്കേർഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവണം. സോ റിക്കേർഷൻ കണ്ടിന്യൂസ് അൺടിൽ സം കണ്ടീഷൻ ഇസ് മെറ്റ് ടു സ്റ്റോപ്പ് ഇറ്റ്. അതായത് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ റിക്കേഴ്സീവായിട്ട് ഇത് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് റിക്കേർഷൻ വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു ഫംഗ്ഷനകത്ത് എന്തെങ്കിലും ഒരു കാര്യം, അതായത് ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്, സെയിം ടാസ്ക് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ ആ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാസ്കിനെ നമ്മുടെ ഒരു ബിഗ് ടാസ്കിൻ്റെ ഒരു ചെറിയ പോർഷനായിരിക്കും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ആ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻ എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ ഫംഗ്ഷൻ്റെ ബോഡി ആയിട്ട് എഴുതുക. എന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും കോൾ ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യും. നല്ല രീതിയിലാണ് എഴുതുക. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഇവാലുവേഷൻ ഓഫ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫംഗ്ഷൻ പറഞ്ഞതിൻ്റെ മുന്നേ ഫാക്ടോറിയൽ എന്താണെന്ന് പറയാം. ഇപ്പോൾ എൻ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n(n-1)(n-2) അങ്ങനെ നമ്മൾ 1 വരെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് 4 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 4(2)(2)(1) ഇങ്ങനെയാണ് എഴുതുക. അപ്പോൾ 5 ഫാക്ടോറിയൽ ആയിരുന്നെങ്കിൽ 5(4)(3)(2)(1). അപ്പോൾ ആ നമ്പർ മുതൽ 1 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ 1 മുതൽ ആ നമ്പർ വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, അതാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ 4 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 4(3) ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? കാരണം 3 ഫാക്ടോറിയൽ എന്താണ്? 3(2)(1) ആണ്. 3 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? 3(2) ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? അതായത് 4(3)(2) ഫാക്ടോറിയലാണ് 4 ഫാക്ടോറിയൽ. ഇനി 2 ഫാക്ടോറിയൽ എന്താണ്? 2(1) ഫാക്ടോറിയൽ. ഇങ്ങനെ എഴുതാം. അതായത് നമ്മളൊരു n ഫാക്ടോറിയൽ എടുക്കുകയാണെങ്കിൽ n ഫാക്ടോറിയൽ ഈക്വൽ ടു n(n-1) ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഫാക്ടോറിയലാണ്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? 1 നമ്പർ ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് അനദർ നമ്പർ. അപ്പോൾ നമ്മൾ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ഒരു ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്യണം. അതായത് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനകത്താണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ n ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കുന്നത്, n(n-1) ഫാക്ടോറിയലാണ്. ഇനി n-1 ഫാക്ടോറിയൽ എന്താണ്? n-1 ഫാക്ടോറിയൽ. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് വീണ്ടും ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ തന്നെ നമ്മളിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരുന്നാൽ അത് നടക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഫാക്ടോറിയൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള റിക്കേഴ്സീവ് ഫംഗ്ഷനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ് n, അതായത് ഫാക്ടോറിയൽ എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പേര്. അതിനകത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു ഇൻറ്റിജറാണ് n. അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇൻറ്റിജറാണ്. കാരണം ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ അത് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും പ്രോഗ്രാം എഴുതുമ്പോൾ ഇവിടെ ഇൻറ്റിന് പകരം ലോങ് ഇൻറ്റ് എഴുതുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ കുറച്ച് വലിയൊരു വാല്യൂ ആയിരിക്കും. ഒരു 10 ഫാക്ടോറിയൽ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് ഇൻറ്റിജറിനകത്ത് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇൻറ്റ് മാറ്റിയിട്ട് റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് മാറ്റിയിട്ട് ലോങ് ഇൻറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് റിക്കേർഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്ന് എഴുതിയിരിക്കുകയാണ്. ഇപ്പോൾ ഇൻറ്റ് ഫാക്ടോറിയൽ ഓഫ് n, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഹെഡർ. അതിനകത്ത് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഈ ഫാക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഫാക്ടോറിയൽ കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഫാക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ. അപ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് തന്നെ. ഇനി
നമ്മൾ ഇവിടെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം ഇത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. 4 × 3 × 2 × 1 എത്തുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ 100 ഫാക്ടോറിയലായിരുന്നെങ്കിൽ 100 × 99 × 98 അങ്ങനെ നമ്മൾ എവിടെ വരെ മൾട്ടിപ്ലൈ ചെയ്യണം? 1 എത്തുന്ന വരെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഈ റിക്കേർഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള കണ്ടീഷൻ. നമ്മുടെ ഒരു എന്നിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ n 1 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 റിട്ടേൺ ചെയ്യണം. വെച്ചാൽ ആ റിക്കേർഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. n 2 ആണെങ്കിൽ എന്താണ്? 2 × എന്ന് പറഞ്ഞിട്ട് ഫാക്ടോറിയൽ ഓഫ് 1നെ നമ്മൾ വിളിക്കണം. ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറയുന്ന സമയത്ത് 1 ആണ്, അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 100 ഫാക്ടോറിയൽ കാണണമെങ്കിൽ 100 × ഫാക്ടോറിയൽ ഓഫ് 99 പറയണം. അപ്പോൾ 99 ഫാക്ടോറിയൽ എന്താ? 99 ഫാക്ടോറിയൽ ഓഫ് 98 ആണ്. ഇങ്ങനെ നമ്മൾ എവിടെ വരെ കണ്ടിന്യൂ ചെയ്യണം? ഫാക്ടോറിയൽ ഓഫ് 1നെ കോൾ ചെയ്യുന്നത് വരെ കണ്ടിന്യൂ ചെയ്യണം. ഫാക്ടോറിയൽ ഓഫ് 1നെ കോൾ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും ഇവിടെ. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് അത് ഓരോ ഫംഗ്ഷൻ കോളും എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്തായാലും n 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്കേഴ്സീവ് ആവേണ്ട ആവശ്യമില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ n 1 ആണെന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ 1 ആണ്, അതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ n 0 ആണെങ്കിലും റിക്കേഴ്സീവ് കോളിൽ ഇപ്പോൾ നമ്മൾ 4 ആണ് പാസ് ചെയ്തതിൻ്റെ 4 × 3 × 2 × 1 വരെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് n 0 ആണ് ഒരു കേസ് വരില്ല. നമ്മൾ പാസ് ചെയ്തതേ ആദ്യം തന്നെ ഫാക്ടോറിയൽ 0 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കിലാണ് ഈ n = 0 എന്ന് പറഞ്ഞ കേസ് വരിക. അപ്പോൾ n 1 ആണെങ്കിലും n 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2ൻ്റെയും 1ൻ്റെ ആണെങ്കിലും 0ൻ്റെ ആണെങ്കിൽ ഫാക്ടോറിയൽ 1 ആണ്, അപ്പോൾ ആ 1നെ റിട്ടേൺ ചെയ്യാം. അതായത് കോളിംഗ് ഫംഗ്ഷനകത്തേക്ക് തിരിച്ചു പോകണം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ n വേറെ എന്തെങ്കിലും 1ഓ 0ഓ അല്ലാത്തൊരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളിനെ കണ്ടുപിടിക്കുകയാണ്. ഫാക്റ്റ് ഈസ് ഈക്വൽ ടു n × ഫാക്ടോറിയൽ ഓഫ് n - 1. അതാണ് നമ്മളിവിടെ പറഞ്ഞ ഈ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഫാക്റ്റ് ഈക്വൽ ടു n × ഫാക്ടോറിയൽ ഓഫ് n - 1. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഫാക്റ്റിൽ എന്തുണ്ടാവും? ഫാക്ടോറിയൽ ഓഫ് n ഉണ്ടാവും. കാരണം ഫാക്റ്റിൽ എന്താ? n × ഫാക്ടോറിയൽ ഓഫ് n - 1 ആണ് എഴുതിയത്. അതെന്ന് പറഞ്ഞാൽ ഫാക്ടോറിയൽ ഓഫ് n ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാക്റ്റിനകത്ത് എന്നിൻ്റെ ഫാക്ടോറിയൽ ഉണ്ട്, ആ ഫാക്ടോറിയൽ റിട്ടേൺ ചെയ്യുന്നു, കോൾ ചെയ്ത ഫംഗ്ഷനകത്തേക്ക് റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ലോജിക്ക്. ഇനി നമ്മൾ ഫാക്ടോറിയൽ ഓഫ് n - 1 കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. മെയിനകത്ത് നം എന്ന് പറഞ്ഞിട്ടൊരു നമ്പറിനെ റീഡ് ചെയ്തു, അതിൻ്റെ ഫാക്ടോറിയലാണ് കണ്ടുപിടിക്കാൻ പോണത്. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാണ് ഫാക്ടോറിയൽ. ഇപ്പോൾ നം 3 ആണെന്ന് വിചാരിക്കുക. ഫാക്ടോറിയൽ ഓഫ് 3 is 6 എന്നാണ് എനിക്ക് വരേണ്ടത്. ഫാക്ടോറിയൽ ഓഫ് %d is %d എന്നാണ് പ്രിൻ്റ് എഫിനകത്ത് കൊടുത്ത്. ഈ %dയുടെ സ്ഥാനത്ത് വരേണ്ടത് നം ആണ്, ഇത് 3 ആണ് വരേണ്ടത്. ഇവിടെ വരേണ്ടത് ഫാക്ടോറിയൽ ഓഫ് നം ആണ്. അതായത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനെ കോൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിന് നം = 3 ആണ്, നമ്മൾ റീഡ് ചെയ്ത വാല്യൂ 3 ആണ്. അപ്പോൾ ഇവിടെ എന്താണ് കോൾ ചെയ്യുക? ഫാക്ടോറിയൽ ഓഫ് 3. ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുന്നതൊരു ഫംഗ്ഷൻ കോളാണ്. അതായത് നമ്മുടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ 3 എന്ന് പറഞ്ഞ ആക്ച്വൽ പാരാമീറ്റർ വെച്ചിട്ട് കോൾ ചെയ്യണം. അപ്പോൾ ഈ ഫംഗ്ഷൻ കോൾ നേരെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്തേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താണ്? ഫാക്ടോറിയൽ ഓഫ് ഇൻറ്റ് n. അപ്പോൾ ഈ എന്നിലേക്കാണ് എന്ത് വരുന്നത്? ഇവിടെ നിന്നുള്ള 3 വരുന്നത്. ദിസ് ഈസ് ഈക്വലൻറ്റ് ടു ദി അസൈൻമെൻറ്റ് n = 3. n = 3 എന്ന് പറഞ്ഞിട്ട് ഫാക്ടോറിയലിനെ കോൾ ചെയ്തു. ഇവിടെ ഒന്ന് ഫാക്റ്റിനെ ഡിക്ലെയർ ചെയ്തു. n = 1 ആണോ n = 0 ആണോ നോക്കി, അല്ല. ഇപ്പോൾ ദിസ് കണ്ടീഷൻ ഇസ് ഫോൾസ്. അപ്പോൾ അതിൻ്റെ എൽസിൽ വന്നു. എൽസിൽ എന്താണ്? ഫാക്റ്റ് ഈക്വൽ ടു n × ഫാക്ടോറിയൽ ഓഫ് n - 1. അതായത് ഫാക്റ്റ് ഈക്വൽ ടു 3 × ഫാക്ടോറിയൽ ഓഫ് n - 1, അതായത് ഫാക്ടോറിയൽ ഓഫ് 2. അതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, 3 × ഫാക്ടോറിയൽ ഓഫ് 2. 3 × ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് പറഞ്ഞ സമയത്ത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വീണ്ടും വിളിക്കുകയാണ്. അപ്പോൾ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെഫിനേഷൻ നമ്മൾ ഒരു തവണ എഴുതിയിട്ടുള്ളൂ, പക്ഷേ അതിന് എത്ര തവണ വേണമെങ്കിൽ നമുക്ക് കോൾ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ കോളിംഗ് കാണിക്കാൻ വേണ്ടി ഞാൻ താഴെ പല തവണ ഫാക്ടോറിയൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു തവണ എഴുതുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരേ ഫംഗ്ഷനെ തന്നെ വീണ്ടും കോൾ ചെയ്ത് അവിടെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവുണ്ട്. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് താഴെ വീണ്ടും ഇത് എഴുതിയത്. ഈ ഡെഫിനേഷൻ ഒരു തവണയെ നമ്മൾ എഴുതും. അപ്പോൾ ഇത്തവണത്തെ ഫംഗ്ഷൻ കോളിൽ നമ്മൾ പാസ് ചെയ്ത ആക്ച്വൽ പാരാമീറ്റർ 2 ആണ്. ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് പറഞ്ഞ സമയത്ത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് വന്നു, എന്നിനകത്തേക്ക് 2 അസൈൻ ചെയ്തു. അതായത് n = 2. എന്ന് നോക്കി n = 1 ഓർ n = 0 ആണോ? അല്ല. ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. അതിൻ്റെ എൽസിൽ വന്നു. എൽസിൽ എന്താ പറഞ്ഞത്? ഫാക്റ്റ് ഈക്വൽ ടു n × ഇപ്പോഴത്തെ n എന്താണ്? 2 × ഫാക്ടോറിയൽ ഓഫ് 2 - 1, അതായത് ഫാക്ടോറിയൽ ഓഫ് 1.
ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ഇങ്ങനെയാണ് റീപ്ലേസ് ആവുക. അപ്പോൾ ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞ സമയത്ത് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വീണ്ടും കോൾ ചെയ്യാണ് 1 എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് വെച്ചിട്ട്, 1 എന്ന് പറഞ്ഞ ആക്ച്വൽ പാരാമീറ്റർ വെച്ചിട്ട്. അപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിച്ചത്? n = 1 ആയി. ഇവിടെ n എന്ന് പറഞ്ഞ ഫോർമൽ പാരാമീറ്ററിലേക്ക് ആക്ച്വൽ പാരാമീറ്റർ 1 അസൈൻ ചെയ്തു. n = 1. ഇവിടെ നോക്കി, ഇഫ് n = 1 ഓർ n = 0 ആണോ? ഈ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ റിട്ടേൺ 1. എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്? എവിടെ നിന്നാണോ ഇതിനെ കോൾ ചെയ്തത്, അല്ലെ ഇതിൻ്റെ കോളിംഗ് ഫംഗ്ഷനിലേക്കാണ് റിട്ടേൺ ചെയ്യേണ്ടത്. എവിടെ വെച്ചിട്ടാണോ കോൾ ചെയ്തത് അങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ എവിടെ വെച്ചാണ് കോൾ ചെയ്തത്? ഇവിടെ വെച്ചാണ് കോൾ ചെയ്തത്, അല്ലേ? ഇവിടെ നിന്നല്ലേ ഇപ്പോൾ നമ്മളിങ്ങോട്ട് വന്നത്. അതായത് ഞാൻ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇതിനെ കോൾ ചെയ്തത്, അപ്പോൾ അങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അങ്ങോട്ട് റിട്ടേൺ ചെയ്തു. അതായത് ഇപ്പോൾ എന്താ റിട്ടേൺ ചെയ്തത്? ഇവിടെ n = 1 ആയിരുന്നപ്പോൾ റിട്ടേൺ 1 എന്ന് പറഞ്ഞു. അപ്പോൾ 1നെയാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് 1നെ കോൾ ചെയ്ത സ്ഥലത്ത് അതിനെ 1 വെച്ചിട്ട് റീപ്ലേസ് ആവും. കാരണം ഫാക്ടോറിയൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇത് 1 വെച്ച് റീപ്ലേസ് ആയി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഫാക്ട് = 2 × 1, അതായത് 2 എന്നായി. അതായത് ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ അസൈൻമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോയി. തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റിട്ടേൺ ഫാക്റ്റ്. ഇപ്പോൾ ഫാക്റ്റ് എന്താണ്? 2 ആണ്. എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യുക? ഇതിനെ എവിടെ നിന്നാണോ കോൾ ചെയ്തത് അവിടേക്കാണ് റിട്ടേൺ ചെയ്യുക. ഈ ഫംഗ്ഷനെ എവിടെ നിന്നാണ് കോൾ ചെയ്തത്? ഇവിടെ നിന്നാണ് കോൾ ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് റിട്ടേൺ ചെയ്യാം. അതായത് ഫാക്ടോറിയൽ ഓഫ് 2 എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഫാക്ടോറിയൽ ഓഫ് 2 കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഫാക്റ്റിൻ്റെ വാല്യൂ? 2 ആണ്. അതാണ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് 2 റീപ്ലേസ് ആയിട്ട് എന്ത് വരും? അവിടെ 2 വരും, ഇവിടുന്ന് റിട്ടേൺ ചെയ്ത വാല്യൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി? ഫാക്റ്റ് = 3 × 2, അതായത് 6 എന്നായി സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഫാക്റ്റ് = 6 ആയി. അതിൻ്റെ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്നു. അതായത് ഇതിപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ഫാക്റ്റ്. ഇപ്പോഴത്തെ ഫാക്റ്റിൻ്റെ വാല്യൂ എന്താണ്? 6 റിട്ടേൺ ചെയ്യണം. എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് കോൾ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ട് റിട്ടേൺ ചെയ്യണം. ഈ ഫംഗ്ഷനെ കോൾ ചെയ്തത് മെയിൻ എന്നായിരുന്നു. അപ്പോൾ അങ്ങോട്ട് റിട്ടേൺ ചെയ്യാം ഇവിടേക്ക്. അപ്പോൾ ഈ ഫാക്ടോറിയൽ ഓഫ് നം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? ഇവിടുന്ന് റിട്ടേൺ ചെയ്ത വാല്യൂ, ഇവിടുന്ന് എന്താ റിട്ടേൺ ചെയ്തത്? 6. അപ്പോൾ 6 വെച്ചിട്ട് റീപ്ലേസ് ആയി. അപ്പോൾ ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുക? ഫാക്ടോറിയൽ ഓഫ് 3 is 6 എന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിക്കേഴ്സീവ് കോള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൾ ചെയ്യണ റിട്ടേൺ ചെയ്യണ ഓർഡർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കോൾ ചെയ്തത് ഈ ഫംഗ്ഷനെയാണ്. അത് കഴിഞ്ഞ് അതിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ കോൾ ചെയ്തത് ഈ ഫംഗ്ഷനെയാണ്. സെക്കൻഡ് കോള് ഫംഗ്ഷനെ. അത് കഴിഞ്ഞ് സെക്കൻഡ് കോളിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ഫംഗ്ഷനെ വിളിച്ചു, ഈ 3 എന്ന് എഴുതി. ഇതാണ് നമ്മുടെ തേർഡ് ഫംഗ്ഷൻ കോൾ. ഇനി റിട്ടേൺ ആദ്യം വർക്ക് ചെയ്തത് ഏതാണ്? ഇതാണ് ആദ്യം വർക്ക് ചെയ്ത റിട്ടേൺ, അല്ലേ? ലാസ്റ്റ് കോൾ ചെയ്ത ഫംഗ്ഷൻ, തേർഡായിട്ട് നമ്മൾ കോൾ ചെയ്ത ഫംഗ്ഷനാണ് ആദ്യം റിട്ടേൺ ചെയ്തത്. അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇവിടെ വന്നു, സെക്കൻഡ് ഫംഗ്ഷനകത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫംഗ്ഷൻ്റെ റിട്ടേൺ വർക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് രണ്ടാമത് വർക്ക് ചെയ്ത റിട്ടേൺ. ഇനി അവിടുന്ന് റിട്ടേൺ പോയത് എങ്ങോട്ടാണ്? നമ്മൾ ആദ്യം കോൾ ചെയ്ത ഫംഗ്ഷൻ 1-നകത്തേക്കാണ് പോയത്. അവിടുത്തെ റിട്ടേൺ ആണ് അടുത്ത വർക്ക് ചെയ്തത് 3. അപ്പോൾ നമ്മൾ കോൾ ചെയ്ത ഓർഡറും റിട്ടേൺ ചെയ്ത ഓർഡറും നോക്കുക. ആദ്യം കോൾ ചെയ്തത് ഈ ഫംഗ്ഷനെയാണ്, അല്ലേ? പക്ഷേ അവസാനം റിട്ടേൺ ചെയ്ത് ഈ ഫംഗ്ഷനാണ്. അതായത് ലാസ്റ്റ് കോൾ ചെയ്ത ഫംഗ്ഷനായിരിക്കും ആദ്യം റിട്ടേൺ ചെയ്യുക. കാരണം ലാസ്റ്റ് കോൾ ചെയ്ത ഫംഗ്ഷനാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അത് റിട്ടേൺ ചെയ്യും. പിന്നെ അതിന് തൊട്ട് മുന്നേ കോൾ ചെയ്ത ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. പിന്നെ അതിൻ്റെ മുന്നേ കോൾ ചെയ്ത ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മൾ കോൾ ചെയ്ത ഓർഡറിലല്ല, നേരെ റിവേഴ്സ് ഓർഡറിലാണ് റിക്കേർഷനിൽ റിട്ടേൺ ചെയ്യുക. അപ്പോൾ അത് എപ്പോഴും ഓർക്കുക. അത് വെച്ചിട്ട് വേണം ഒരു ഫംഗ്ഷനെ റിക്കേഴ്സീവായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അതായത് നമ്മളിപ്പോൾ ഒരു ലൂപ്പ് വർക്ക് ചെയ്യണ അതേപോലെയല്ല. ഇപ്പോൾ ലൂപ്പ് നമ്മൾ i = 1 to 5 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ i 1 ആവണ കേസാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് i 2 ആവണത്, i 3 ആവണത്, അങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ടത് അപ്പോൾ അതിനകത്ത് നമ്മൾ ലൂപ്പിനകത്ത് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം i 1 പ്രിൻ്റ് ചെയ്യും, 2 പ്രിൻ്റ് ചെയ്യും, 3 പ്രിൻ്റ് ചെയ്യും, അങ്ങനെയാണ് പോവുക. അതേസമയം അത് റിക്കേർഷൻ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കോൾ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് i = 5 ആവണ കേസിന് i എന്ന് പറഞ്ഞ വേരിയബിൾ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പാസ് ചെയ്യുക. എന്താണെങ്കിലും നമ്മൾ ലാസ്റ്റ് കോൾ ചെയ്ത് തന്നെയാണ് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ റിവേഴ്സ് ഓർഡറിലായിരിക്കും ചെയ്യുക. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം റിക്കേർഷൻ എഴുതാൻ. എല്ലാ ലൂപ്പിങ്ങും റിക്കേഴ്സീവായിട്ട് നമുക്ക് അതേപോലെ തന്നെ എഴുതാൻ പറ്റില്ല. അപ്പോൾ റിക്കേർഷൻ വെച്ചിട്ടുള്ള കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ വേറെ വീഡിയോസിൽ കാണാം. അപ്പോൾ ഇത്രയാണ് റിക്കേർഷൻ്റെ കൺസെപ്റ്റ്. അത് മാത്രം ഈ വീഡിയോയിൽ കവർ ചെയ്യാണ്. ഒരു കാര്യം കൂടെ പറയാം. ഫാക്ടോറിയൽ റിട്ടേൺ ചെയ്യണത് ലോങ് ഇൻറ്റ് ആക്കണതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ലോങ് ഇൻറ്റ് ആണ് ആക്കണമെന്നുണ്ടെങ്കിൽ
നമ്മുടെ പ്രിൻ്റ് എഫിൽ ഇവിടെ %d അല്ല കൊടുക്കേണ്ടത്. ഫാക്ടോറിയൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അത് ഇൻറ്റ് പ്രിൻറ്റ് ചെയ്യാനാണ്. അവിടെ %LD എന്ന് കൊടുത്താൽ മതി. ലോങ് ഇൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുക %LD ആണ്. എന്നാലേ അത് കറക്റ്റ് വാല്യൂ പ്രിൻറ്റ് ചെയ്യുള്ളൂ.